ഹലോ ഫാമിലി, എൻ്റെ കുഞ്ഞുവാവ നല്ല ഉറക്കത്തിലാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് അവൾക്കൊരു ലഞ്ച് റെഡിയാക്കാം. അദ്ദേഹം 2 മീനെടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് വറുത്തെടുക്കണം. അതിന് നമുക്ക് കുറച്ച് കുരുമുളകും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ. അത് കാശ്മീരി ചില്ലിയാണ്, അധികം എരിവില്ലാത്തത്. അപ്പോൾ അതങ്ങനെ സെറ്റായി നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത അരി കഴുകണം. അരി കഴുകി നമുക്ക് അടുപ്പയിൽ വെച്ചിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അരിഞ്ഞ് ക്യാരറ്റും ക്യാബേജുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. തന്നെയല്ല എൻ്റെ കുട്ടി ഇങ്ങനെ കട്ടിക്ക് കിടന്ന് കഴിഞ്ഞാൽ കഴിക്കില്ല. അതുകൊണ്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ക്യാരറ്റും ഇതുപോലെ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. നമുക്ക് അരി വെന്തോന്ന് നോക്കിയിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അരി ഊറ്റാം. അരി ഊറ്റിയിട്ട് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ബട്ടർ ഇട്ട് കുറച്ച് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് 2 മുട്ട ഒഴിച്ച് ചിക്കി എടുത്ത് റൈസും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് റെഡി. പിന്നെ നമുക്ക് മീനും കൂടെ പൊരിച്ച് നമ്മുടെ നിലബേബി അപ്പളേക്ക് എണീറ്റു. അവൾക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം. പുള്ളിക്കാരത്തിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ്. മീൻ വറുത്തതുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. ഇനിയിപ്പോൾ അവൾ ഫുഡ് കഴിച്ചു. എനിക്കും തന്നു കേട്ടോ. എന്ത് ഫുഡ് കഴിച്ചാലും എനിക്കും തരും. അപ്പോൾ ഓക്കെ, ബൈ ടാറ്റാ.